മാന്യ ശ്രോതാക്കൾക്ക് പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. MM ഉമ്മർ, ഗാന്ധിയൻ ഉമ്മർ, ഗാന്ധി ദർശൻ കോർഡിനേറ്റർ, സ്കൂളുകളിൽ ഗാന്ധിയൻ ആശയങ്ങൾ പഠിപ്പിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ്. നെയ്യാറ്റിൻകര മുതൽ മഞ്ചേശ്വരം വരെ ഹിംസമുക്ത ഭാരതം, സംഘർഷരഹിത കേരളം എന്ന മുദ്രാവാക്യവുമായി 33 ദിവസം പദയാത്ര നടത്തിയും മാറാട് വർഗീയ ലഹള നടന്ന ജനങ്ങളുടെ മനസ്സിനെ സാന്ത്വനപ്പെടുത്തിയും മതസൗഹാർദ്ദ ജേതാവ് കൂടിയാണ് ഇദ്ദേഹം. പ്രശ്നങ്ങൾ പറഞ്ഞാൽ ചാനലിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ചിറയൻകീഴ് പഞ്ചായത്തിലെ പഞ്ചായത്ത് സെക്രട്ടറി പുറപ്പെടുവിച്ച കരട് രേഖ, അതിൻ്റെ മാപ്പ് ഇവിടെ വിവിധ രാഷ്ട്രീയ നേതാക്കൾ അതിനെ പ്രതികരിച്ചിരുന്നു. പെരുമാവൂർ ദേശത്ത് ഇപ്പോൾ ഒരു പ്രതിഷേധത്തിൻ്റെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും ആ അലയടികൾക്ക് അർത്ഥമുണ്ട്. കാരണം 4 വാർഡിലെ ജനങ്ങൾ നമ്മുടെ ഈ പെരുമാതുറയിലുണ്ട്. പക്ഷേ 3 വാർഡായിട്ട് നമ്മൾ ഭാഗിച്ചിരുന്നു. 3 മെമ്പർമാരും നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ കരട് രേഖയിൽ നമ്മൾ 2 വാർഡാക്കി ചുരുക്കി. പക്ഷേ 4 വാർഡെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷ മങ്ങി. അതിനൊപ്പം നമ്മുടെ 3ാമത്തെ വാർഡും പോയി. ഇപ്പോൾ 2 വാർഡായി. നമ്മൾ ആനുപാതികമായി നോക്കുമ്പോൾ, നമ്മുടെ ജനങ്ങളുടെ ആനുപാതികമായി നോക്കുമ്പോൾ 4 വാർഡിലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. വേണ്ട, 3 വാർഡെങ്കിലും നിലനിർത്തി തരണമെന്നാണ് ആദ്യമേ എനിക്കുള്ളൊരു അപേക്ഷ. കാരണം നമ്മുടെ പഞ്ചായത്തിൻ്റെ വിഹിതം 2 മെമ്പർമാർ കൊണ്ട് വന്നാൽ ഇത്രയും ജനസംഖ്യയുള്ള സ്ഥലത്ത് ഒന്നിനും തികയാതെ വരികയും അതൊരു അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടവരികയും ആ മെമ്പർമാർക്ക് യാതൊരുവിധ സമാധാനവും കിട്ടാത്തൊരവസ്ഥ വന്നു ചേരും. അത് കാരണം നമ്മുടെ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളും കയർ തൊഴിലാളികളും തിങ്ങിൽ പാർക്കുന്ന സ്ഥലമാണ്. അപ്പോൾ മത്സ്യമേഖല മാത്രമാണ് കടലമ്മ നമുക്ക് സഹായിക്കുമ്പോൾ കിട്ടുന്ന ഒരു വരുമാനം. പക്ഷേ കയർ മേഖല ആകെ തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരവസ്ഥയിലാണ്. പണ്ട് നമ്മുടെ കയറിനാണ് ഏറ്റവും വലിയ വിലയുള്ളത്. 5 തെങ്ങ് കയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലപിടിപ്പുള്ള നല്ല കയറുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശമായിരുന്നു നമ്മുടെ ഈ പ്രധാന പ്രദേശം. അതെല്ലാം അടച്ചു പൂട്ടി പോയി എന്നുള്ളത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇപ്പോൾ കിട്ടുന്ന വരുമാനം കടലിൽ നിന്നുള്ള വരുമാനമാണ്. അത് എപ്പോഴും കിട്ടണമെന്നില്ല, വല്ലപ്പോഴും ഉള്ള വരുമാനത്തെ കൊണ്ടാണ് നമ്മൾ ആൾക്കാരെല്ലാം ജീവിച്ചു പോകുന്നത്. ഈ സ്ഥിതിക്ക് നമ്മളെ വാർഡുകളും കൂടി വെട്ടിക്കുറച്ച് നമ്മളെ പെരുമാതുറയെ വീണ്ടും ഒരു 2ാം വിധ ആൾക്കാരായിപ്പോകുമോ എന്നൊരു തോന്നൽ. കാരണം ഇപ്പോഴേ കോസ്റ്റൽ സോൺ അതോറിറ്റിയുടെ സിസ്റ്റം അനുസരിച്ച് വീടുകൾ എണ്ണി നോക്കിയാണ് ഇപ്പോൾ വാർഡ് തിരിച്ചിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ കോസ്റ്റൽ സോൺ അതോറിറ്റി ഇതിനു മുമ്പും പാവപ്പെട്ടവർക്ക് നമ്പരില്ലാതെ ധാരാളം ആൾക്കാർ ഇവിടെയുണ്ട്. പഞ്ചായത്തിന് അങ്ങനെ വരുമാനം ഉണ്ടാക്കി തീർക്കാൻ പറ്റുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ. UA നമ്പരെങ്കിലും ഇട്ട് കൊടുത്തിരുന്നുവെങ്കിൽ പഞ്ചായത്തിന് അത്രയും വരുമാനം കിട്ടുമായിരുന്നു. ഇത് പഞ്ചായത്തിന് വരുമാനമില്ല, പഞ്ചായത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്കും കിട്ടുന്നില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് വാർഡുകൾ നിലനിർത്തി തരണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. കാരണം പാവപ്പെട്ടവരാണ് ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവർ താമസിക്കുന്ന ഈ പ്രദേശത്ത്. സാമ്പത്തികമായിട്ട് വളരെയേറെ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഞാൻ ഒരു പോയിൻ്റ് പറയുന്നത്, നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി നമ്മോട് പറഞ്ഞു, എന്താണ് നിങ്ങൾ എന്ത് തീരുമാനമെടുത്താലും ആ രാജ്യത്തെ പാവപ്പെട്ടവൻ്റെ മുഖം ഓർമ്മ വരണമെന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവ് നമ്മളോട് പറഞ്ഞത്. ആ അടിസ്ഥാനത്തിൽ നോക്കിയാലും നമ്മുടെ ഈ പാവപ്പെട്ടവരെ അവഗണിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അങ്ങനെ ആ ഒരു അവഗണന നമ്മുടെ ഇടയ്ക്ക് കൊണ്ടുവരാതെ
അവരുടെ പല ചിന്തകൾക്കും വഴി വെച്ച് കൊടുക്കാതെ അവരെ രക്ഷിക്കണം എന്നൊരു അപേക്ഷയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം 4 വാർഡ് തന്നില്ലെങ്കിലും ഈ 3 വാർഡെങ്കിലും നിലനിർത്തി തരണം. കാരണം പെരുമാത്രയുടെ അവസ്ഥ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ ഇവിടുത്തെ അന്തരീക്ഷം കുറേയൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഒരു അപേക്ഷ ഇതിൻ്റെ മേലെ അധികാരികളോട് പറയുകയാണ്. നമ്മുടെ രാഷ്ട്രപിതാവ് പോലും ആനുപാതികമായി നമ്മുടെ ശത്രു രാജ്യത്തിന് പോലും പാകിസ്ഥാന് പോലും നമ്മുടെ ബാക്കിയുണ്ടായിരുന്ന വിഹിതം അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ രാഷ്ട്രപിതാവിൻ്റെ രാജ്യമാണിത്. നമ്മുടെ പൈതൃകം അത്രയ്ക്ക് വിലപ്പെട്ട പൈതൃകമാണിത്. ആ പൈതൃകം നമ്മൾ കാത്തു സൂക്ഷിക്കണം. കോസ്റ്റൽ സോൺ അതോറിറ്റിയെ നമ്മൾ ബഹുമാനിക്കുന്നു, അവരുടെ നിയമങ്ങൾ നമ്മൾ ആദരിക്കുന്നു. അതനുസരിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. രാജ്യനിയമങ്ങളൊക്കെ നമ്മൾ പരിപാലിക്കും. അത് തന്നെയാണ് ഇസ്ലാമിൻ്റെ നിയമം പോലും അത് തന്നെയാണ്. രാജ്യനിയമങ്ങളെ പരിപാലിക്കണം, അല്ലാത്തവൻ ഇസ്ലാമല്ല എന്നാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് നിയമങ്ങളെ നമ്മൾ പരിപാലിച്ച് തന്നെ മുന്നോട്ട് പോകും. ഈ പാവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമ്മളുടെ ഈ 3 വാർഡുകൾ നിലനിർത്തി തന്നാൽ അത്രയും വിഹിതം നമുക്ക് കിട്ടും. അതുപോലെ എല്ലാ വീടുകൾക്കും ഒരു UA നമ്പർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രയും വരുമാനം പഞ്ചായത്തിനും കിട്ടും. അത് പ്രത്യേകിച്ച് പഞ്ചായത്തിൻ്റെ അധികൃതർ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് പറയാനുണ്ട്. നമ്മൾക്ക് വേറൊരു പ്രധാന പ്രശ്നം ഇതിനകത്തുണ്ട്, പ്രവാസികളുടെ വിഷയം. ഈ പ്രവാസികളുടെ വിഷയം എല്ലാവരും മറന്നിരിക്കുകയാണ്. പ്രവാസികൾക്ക് യഥാർത്ഥത്തിൽ ഇതിൽ ലിസ്റ്റിൽ പോലും അവർ ഇല്ല. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രവാസികളെ നമുക്ക് അവഗണിക്കാൻ പറ്റത്തില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടെല്ലുകളാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ ഉയർത്തിയവരാണ്. നമ്മുടെ നാട്ടിലെ 80% ആൾക്കാർ, നമ്മുടെ രാജ്യം എന്ന് തന്നെ പറയാം, പട്ടിണിയില്ലാതെ പോകുന്നത് പ്രവാസികളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. തീർച്ചയായിട്ടും അവർക്ക് ഇവിടെ നമുക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ ആനുകൂല്യങ്ങളൊന്നും വേണ്ട, എങ്കിലും ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നുള്ള പേര് വരെ ഇല്ലാത്ത ധാരാളം പ്രവാസികളുണ്ട്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അവരുടെ പല വീടുകളിലും നമ്പറില്ലാത്തത് കൊണ്ട് പ്രവാസികളെല്ലാം വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അവർ അത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് നമ്മുടെ രാജ്യത്തിന് വേണ്ടി സമ്പാദിച്ച് അവരുടെ വിഹിതം നമ്മൾ കൈപ്പറ്റിക്കൊണ്ട് അവരിവിടെ വരുമ്പോൾ ആരുമല്ലാത്ത രീതിയിൽ അവരാക്കി കളയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. തീർച്ചയായിട്ടും അവരെ കൂടെ ഉൾപ്പെടുത്തി അവരെ കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾക്ക് ആ എല്ലാ വീടുകൾക്കും ഒരു UA നമ്പർ കൊടുക്കാനുള്ള സമ്പ്രദായം കൂടി ഉണ്ടായാൽ ഈ പ്രവാസികൾക്കും ഒരു നിലനിൽപ്പും അല്ലെങ്കിൽ അവർക്കും ഒരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. താങ്കളുടെ വിലപ്പെട്ട സമയം ഈ പ്രശ്നങ്ങൾ പറഞ്ഞാൽ എന്ന ചാനലിലേക്ക് വിനിയോഗിച്ചതിൽ ഒത്തിരി നന്ദിയുണ്ട്. നന്ദി, നമസ്കാരം.